നമ്മൾ ഇന്ന് നോക്കുന്നത് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുമ്പം ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്ക് തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ പറഞ്ഞിരുന്നു. നമ്മൾ ഓൾറെഡി ക്ലാസ് എയും ക്ലാസ് ബിയും ക്ലാസ് സിയും ഡിസ്കസ് ചെയ്തു. അപ്പം ആ കൂടെ നമ്മൾ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്താണെന്ന് പറഞ്ഞായിരുന്നു. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനകത്ത് തന്നെ വോൾട്ടേജ് കമ്മ്യൂട്ടേഷനാണ് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനകത്ത് തന്നെ വോൾട്ടേജ് കമ്മ്യൂട്ടേഷനാണ് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? നമുക്കിപ്പോൾ ഈ സർക്യൂട്ടിനകത്ത് കാണാം, ഒരു കപ്പാസിറ്റർ ഉണ്ട്, നമ്മുടെ മെയിൻ തൈറിസ്റ്റർ T1 ഉണ്ട്. സോ ഈ കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് നമ്മുടെ തൈറിസ്റ്ററിന് അക്രോസ് ഒരു റിവേഴ്സ് ബയാസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വെച്ച് തൈറിസ്റ്റർ ടേൺ ഓഫ് ചെയ്യുന്നതിനെയാണ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. തൈറിസ്റ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വെച്ച് തൈറിസ്റ്റർ ടേൺ ഓഫ് ചെയ്യുന്നതാണ് വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ. എന്താ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ? എക്സ്റ്റേണൽ എലമെൻറ്റ്സ് വെച്ചിട്ട് ഫോഴ്സ്ഫുള്ളി കമ്മ്യൂട്ട് ചെയ്യുന്നതാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, കപ്പാസിറ്റർ ഉണ്ട്, ഡയോഡ് ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്. ഇതുപോലെയുള്ള എക്സ്റ്റേണൽ എലമെൻറ്റ്സ് വെച്ചിട്ട് നമ്മുടെ തൈറിസ്റ്ററിന് അക്രോസ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വെച്ച് തൈറിസ്റ്ററിന് അക്രോസ് റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വെച്ച് തൈറിസ്റ്റർ കമ്മ്യൂട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ ഓർത്തിരിക്കുക, അതൊരു ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ടെക്നിക്കാണ്, വോൾട്ടേജ് കമ്മ്യൂട്ടേഷൻ ആണ് എന്നോട് ഓർത്തിരിക്കുക. ഇനി ക്ലാസ് ഡി കമ്മ്യൂട്ടേഷനകത്തും രണ്ട് തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു മെയിൻ തൈറിസ്റ്ററുമുണ്ട്, ഒരു ഓക്സിലറി തൈറിസ്റ്ററും ഉണ്ട്. നമ്മുടെ സർക്യൂട്ട് നോക്കിയാൽ കാണാം, ഒരു മെയിൻ തൈറിസ്റ്ററുമുണ്ട്, ഒരു ഓക്സിലറി തൈറിസ്റ്ററുമുണ്ട്. അപ്പോൾ ഈ മെയിൻ തൈറിസ്റ്ററിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടി ഓക്സിലറി തൈറിസ്റ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഓക്സിലറി കമ്മ്യൂട്ടേഷൻ എന്ന്. അപ്പം മെയിൻ തൈറിസ്റ്ററിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേറൊരു തൈറിസ്റ്റർ, ഓക്സിലറി തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന പേരാണ് ഓക്സിലറി കമ്മ്യൂട്ടേഷൻ. ഇപ്പം നമ്മൾ 3 പേര് പറഞ്ഞു. ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനാണ്, വോൾട്ടേജ് കമ്മ്യൂട്ടേഷനാണ്, ഓക്സിലറി കമ്മ്യൂട്ടേഷൻ എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ SCR നെക്രോസ് ഒരു സഡൻ റിവേഴ്സ് വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് അറിയപ്പെടുന്ന പേര് ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ എന്നാണ്. ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ എന്നറിയപ്പെടുന്നത് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ ആണെന്ന് ഓർത്തിരിക്കുക, മറന്നു പോകരുത്. ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ എന്നറിയപ്പെടുന്നത് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്ന പേരെന്താ? ക്ലാസ് സി കോംപ്ലിമെൻ്ററി ഇമ്പൾസ് കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് സി കമ്മ്യൂട്ടേഷൻ കോംപ്ലിമെൻ്ററി ഇമ്പൾസ് കമ്മ്യൂട്ടേഷനാണ്. ക്ലാസ് ഡി കമ്മ്യൂട്ടേഷനാണ് ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് അറിയപ്പെടുന്നത്. സോ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷനാണ്, വോൾട്ടേജ് കമ്മ്യൂട്ടേഷനാണ്, ഓക്സിലറി കമ്മ്യൂട്ടേഷനാണ്, ഇമ്പൾസ് കമ്മ്യൂട്ടേഷനാണ്. എന്തുകൊണ്ടാണ് ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ എന്നറിയപ്പെടുന്നത്? ഒരു സഡൻ റിവേഴ്സ് വോൾട്ടേജ് SCR നെക്രോസ് അപ്ലൈ ചെയ്താണ് കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇമ്പൾസ് കമ്മ്യൂട്ടേഷൻ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പാരലൽ കപ്പാസിറ്റർ കമ്മ്യൂട്ടേഷൻ. ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ്റെ മറ്റൊരു പേരാണ് പാരലൽ കപ്പാസിറ്റർ കമ്മ്യൂട്ടേഷൻ. പാരലൽ കപ്പാസിറ്റർ കമ്മ്യൂട്ടേഷൻ എന്നാണ് ക്ലാസ് ഡി കമ്മ്യൂട്ടേഷൻ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് സർക്യൂട്ട് ഒന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ സർക്യൂട്ട് ഡയഗ്രാം നോക്കാം. സർക്യൂട്ട് ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, 2 തൈറിസ്റ്റർ ഉണ്ട്, T1 ഉണ്ട്, TA ഉണ്ട്. T1 ആണ് നമ്മുടെ മെയിൻ തൈറിസ്റ്റർ. TA എന്ന് പറയുന്നത് ഓക്സിലറി തൈറിസ്റ്ററാണ്. T1നെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഓക്സിലറി തൈറിസ്റ്ററാണ് TA എന്ന് പറയുന്നത്. സോ നമുക്ക് സർക്യൂട്ടിനകത്ത് 2 തൈറിസ്റ്റർ ഉണ്ട്, T1 ഉണ്ട്, TA ഉണ്ട്. T1 ആണ് നമ്മുടെ മെയിൻ തൈറിസ്റ്റർ, TA എന്ന് പറയുന്നത് ഓക്സിലറി തൈറിസ്റ്ററാണ്. എന്തിനാണ് ഓക്സിലറി തൈറിസ്റ്റർ യൂസ് ചെയ്യുന്നത്? മെയിൻ തൈറിസ്റ്ററിനെ കമ്മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ TA എന്ന് പറയുന്ന ഓക്സിലറി തൈറിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവിടെ തൈറിസ്റ്ററിനെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള മറ്റ് എലമെൻറ്റ്സ് ആണ് കപ്പാസിറ്റർ, ഡയോഡ്, ഇൻഡക്ടർ. ഇവിടെ കപ്പാസിറ്ററിന് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തേക്കുന്ന മറ്റ് എലമെൻറ്റ്സ് ആണ് കപ്പാസിറ്ററും ഡയോഡും ഇൻഡക്ടറും. സോ ഇവിടെ പവർ സർക്യൂട്ട് എന്ന് പറയുന്നത് മെയിൻ തൈറിസ്റ്റർ T1ഉം ലോഡ് RLുമാണ്. പവർ സർക്യൂട്ട് ഏതാണ്? മെയിൻ തൈറിസ്റ്റർ T1ഉം ലോഡ് RLും. കമ്മ്യൂട്ടേഷൻ സർക്യൂട്ടാണ് T2 ഉണ്ട്, ഡയോഡുണ്ട്, ഇൻഡക്ടറുണ്ട്. T2ഉം ഡയോഡും ഇൻഡക്ടറും എന്ത് സർക്യൂട്ടാണ്? കമ്മ്യൂട്ടേഷന് വേണ്ടിയുള്ള സർക്യൂട്ടാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ ആദ്യം അസ്യൂം ചെയ്യുവാണ് ലോഡ് കറൻറ്റ് കോൺസ്റ്റൻ്റ് ആണ്. ലോഡ് കറൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്നും കപ്പാസിറ്റർ സപ്ലൈ വോൾട്ടേജിൻ്റെ മാക്സിമം വരെ ചാർജ് ചെയ്യുമെന്നും നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൻ്റെ വർക്കിങ്ങിന് വേണ്ടി അസ്യൂം ചെയ്യുന്നത് എന്താണ്? ലോഡ് കറൻറ്റ് കോൺസ്റ്റൻ്റ് ആണെന്നും കപ്പാസിറ്റർ
ഈ സോഴ്സ് ഇൻപുട്ടിൻ്റെ മാക്സിമം വരെ ചാർജ് ചെയ്യുമെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പോൾ ഇനിഷ്യലി T1ഉം TA എങ്ങനെയാണ്? ഓഫ് സ്റ്റേറ്റിലാണ്. ഇനിഷ്യലി T1ഉം TA ഓഫ് സ്റ്റേറ്റിലാണ്. ഈ T1ഉം TA ഓഫ് സ്റ്റേറ്റിലായിരിക്കുമ്പം നമ്മൾ സപ്ലൈ വോൾട്ടേജ് കൊടുത്താൽ എന്നാ പറ്റും? കപ്പാസിറ്റർ ചാർജ് ആവും. അപ്പം ഇനിഷ്യലി നമ്മൾ പറയുന്നത് T1ഉം TA ഓഫ് സ്റ്റേറ്റിലാണ്. T1ഉം TA ഓഫ് സ്റ്റേറ്റിലായിരിക്കുമ്പം നമ്മൾ സപ്ലൈ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റർ എവിടെ വരെ ചാർജ് ചെയ്യും? സപ്ലൈ വോൾട്ടേജിൻ്റെ മാക്സിമം, അതായത് VS വരെ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ VS വരെ ചാർജ് ചെയ്യും. കപ്പാസിറ്റർ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? കപ്പാസിറ്ററിൻ്റെ പൊളാരിറ്റി, കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റ് പോസിറ്റീവായിട്ട് വരും. നമ്മൾ സർക്യൂട്ടിൽ കാണിച്ചിട്ടുണ്ട്. കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റ് പോസിറ്റീവായിട്ട് VS വോൾട്ടേജ് വരെ കപ്പാസിറ്റർ ചാർജ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കപ്പാസിറ്റർ ചാർജ് ആയി കഴിയുമ്പം നമ്മൾ മെയിൻ SCR എന്ത് ചെയ്യും? ട്രിഗർ ചെയ്യും. മെയിൻ SCR ട്രിഗർ ചെയ്യുമ്പം T1 എന്ന് പറയുന്നത് ഓൺ ആവും. മെയിൻ SCR ട്രിഗർ ചെയ്താൽ എന്നാ പറ്റും? T1 ഓൺ ആവും. T1 ഓൺ ആയി കഴിഞ്ഞാൽ ലോഡ് സോഴ്സിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കണക്റ്റ് ആവും. T1ലൂടെ ലോഡ് സോഴ്സിലോട്ട് കണക്റ്റ് ആവും. നമുക്ക് നോക്കിയാൽ കാണാം, RLും VSും തമ്മിൽ T1ലൂടെ കണക്റ്റ് ആവും. സോ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ഏത് പാത്തിൽ കൂടിയാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് നോക്കിയേ. VSൽ നിന്നും T1 വഴി ലോഡ് വഴി തിരിച്ച് VSലോട്ട് തന്നെ പാത്ത് കംപ്ലീറ്റ് ആവും. VS T1 ലോഡ് VS, അതാണ് പാത്ത്. VS T1 ലോഡ് VS, ഈ പാത്ത് വഴി ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും. ഇതേ സമയത്ത് ഇവിടെ ഒരു റെസൊനേറ്റിംഗ് സർക്യൂട്ട് ഫോം ചെയ്യുന്നുണ്ട്. റെസൊനേറ്റിംഗ് സർക്യൂട്ട് ഏതിലെയാണ് ഫോം ചെയ്യുന്നത്? കപ്പാസിറ്റർ T1 L D ഇതിലെയാണ് റെസൊനേറ്റിംഗ് സർക്യൂട്ട് ഫോം ചെയ്യുന്നത്. ഇതിലെയാണ് കപ്പാസിറ്റർ T1 L D ഇതിലേക്കൂടെ ഒരു റെസൊനേറ്റിംഗ് സർക്യൂട്ട് ഫോം ചെയ്യും. അപ്പം റെസൊനേറ്റിംഗ് സർക്യൂട്ട് ഫോം ചെയ്യുമ്പം ഒരു റെസൊനേറ്റിംഗ് കറണ്ട് IC ഫ്ലോ ചെയ്യാൻ തുടങ്ങും. റെസൊനേറ്റിംഗ് കറണ്ട് IC ഫ്ലോ ചെയ്യും. റെസൊനേറ്റിംഗ് കറണ്ട് IC എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്? നോക്കിക്കേ. ICയുടെ പാത്ത് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൽ നിന്ന് T1 വഴി L വഴി D വഴി വീണ്ടും കപ്പാസിറ്ററിലേക്ക്. അതായത് ICയുടെ പാത്ത് കപ്പാസിറ്റർ T1 L D C, കപ്പാസിറ്റർ, തൈറിസ്റ്റർ 1, ഇൻഡക്ടർ, ഡയോഡ്, അഗെയിൻ ബാക്ക് ടു C. അങ്ങനെയാണ് IC ഫ്ലോ ചെയ്യുന്നത്. സോ ICയുടെ പാത്ത് ഓർത്തിരിക്കുക, T1 LDC ആണ് ICയുടെ പാത്ത് എന്ന് പറയുന്നത്. അങ്ങനെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയി കഴിയുമ്പം കപ്പാസിറ്റർ എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ചെയ്യാൻ തുടങ്ങും. ഇവിടെ കപ്പാസിറ്റർ ഡിസ്ചാർജ് ആവുകയും ചെയ്യും. കപ്പാസിറ്റർ ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് കപ്പാസിറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ആവും. കപ്പാസിറ്റർ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചാർജ് ആവും നമ്മൾ പറഞ്ഞു. അങ്ങനെ കപ്പാസിറ്റർ -VS വരെ ചാർജ് ആവും. കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റ് നെഗറ്റീവും ആകും. അപ്പം ഇതിനകത്ത് കപ്പാസിറ്റർ എവിടെ വരെ ചാർജ് ആവും? -VS വരെ ചാർജ് ആവും. കപ്പാസിറ്ററിൻ്റെ അപ്പർ പ്ലേറ്റ് നെഗറ്റീവ് ആകും. ഇവിടെ നമ്മൾ പറഞ്ഞു റെസൊനേറ്റിംഗ് കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടുത്തെ റെസൊനൻറ്റ് ഫ്രീക്വൻസി എത്ര വരും? റെസൊനൻറ്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1/√LC ആണ്. റെസൊനൻറ്റ് ഫ്രീക്വൻസി എത്ര വരും? 1/√LC ആണ് റെസൊനൻറ്റ് ഫ്രീക്വൻസി. T1ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് എത്രയാണ്? T1ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന ടോട്ടൽ കറണ്ട് I0 + IC ആണ്. I0 എന്ന് പറയുന്നത് നമ്മുടെ ലോഡ് കറണ്ടാണ്. IC എന്ന് പറയുന്നത് റെസൊനേറ്റിംഗ് കറണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് പാത്തിലൂടെയുള്ള കറണ്ട് പറഞ്ഞപ്പം. അപ്പോൾ T1ലൂടെയുള്ള ടോട്ടൽ കറണ്ട് I0 + IC ആണെന്ന് ഓർത്തിരിക്കുക. റെസൊനേറ്റിംഗ് കറണ്ടിൻ്റെ റെസൊനൻറ്റ് ഫ്രീക്വൻസി എത്രയാണ്? 1/√LC ആണെന്നും ഓർത്തിരിക്കുക. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു കപ്പാസിറ്റർ അഗെയിൻ VS വരെ ചാർജ് ആവും. ബട്ട് ഓപ്പോസിറ്റ് പൊളാരിറ്റി, അപ്പർ പ്ലേറ്റ് നെഗറ്റീവ് ആവും എന്ന് പറഞ്ഞു. അപ്പർ പ്ലേറ്റ് നെഗറ്റീവ് ആവുമ്പം കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റ് എന്താണ്? കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റ് പോസിറ്റീവും അപ്പർ പ്ലേറ്റ് നെഗറ്റീവും ആണ്. കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റ് പോസിറ്റീവും അപ്പർ പ്ലേറ്റ് നെഗറ്റീവും ആയിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? നമ്മുടെ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും. കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റ് പോസിറ്റീവും അപ്പർ പ്ലേറ്റ് നെഗറ്റീവുമായിട്ട് VS വരെ ചാർജ് ആയിക്കഴിഞ്ഞാൽ, അല്ലെ കപ്പാസിറ്റർ -VS വരെ ചാർജ് ആയെന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഡയോഡിന് എന്നാ പറ്റും? നമ്മുടെ ഡയോഡ് അവിടെ റിവേഴ്സ് ബയാസ് ആകുന്നു. ഡയോഡ് റിവേഴ്സ് ബയാസ് ആയിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? പിന്നെ റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ കപ്പാസിറ്റർ -VS വരെ ചാർജ് ആയിക്കഴിഞ്ഞാൽ ഡയോഡിന് എന്ത് പറ്റും? ഡയോഡ് റിവേഴ്സ് ബയാസ് ആവും. ഡയോഡ് റിവേഴ്സ് ബയാസ് ആയാൽ പിന്നീട് റെസൊനേറ്റിംഗ് കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല.
ആ ഒരു സമയത്ത് മെയിൻ തൈറിസ്റ്ററിലൂടെ കറണ്ട് എത്രയാണ്? നമ്മുടെ ലോഡ് കറണ്ട് മാത്രമേ ഉള്ളായിരിക്കും. ഇപ്പം കപ്പാസിറ്റർ -VS വരെ ചാർജ് ആയി കഴിഞ്ഞാൽ മെയിൻ തൈറിസ്റ്ററിൽ കൂടെയുള്ള കറണ്ട് എത്രയാണ്? അത് ലോഡ് കറണ്ട് I0 മാത്രമാണ്. ഇനി നമുക്ക് മെയിൻ തൈറിസ്റ്റർ ടേൺ ഓഫ് ചെയ്യാൻ അല്ലെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ എന്നാ ചെയ്യണ്ടേ? മെയിൻ തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യാൻ അല്ലെ കമ്മ്യൂട്ടേറ്റ് ചെയ്യാൻ TA ഓക്സിലറി തൈറിസ്റ്റർ ട്രിഗർ ചെയ്യുക. നമ്മുടെ ഓക്സിലറി തൈറിസ്റ്ററിനെ നമ്മൾ ട്രിഗർ ചെയ്യും. ഓക്സിലറി തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്താൽ ഓക്സിലറി തൈറിസ്റ്റർ എന്താവും? ഓൺ ആകും. ഓക്സിലറി തൈറിസ്റ്ററിനെ ട്രിഗർ ചെയ്താൽ ഓക്സിലറി തൈറിസ്റ്റർ ഓൺ ആകും. ഈ ഓക്സിലറി തൈറിസ്റ്റർ ഓൺ ആയിക്കഴിഞ്ഞാൽ എന്നാ പറ്റുമെന്ന് നോക്കി. ഓക്സിലറി തൈറിസ്റ്റർ ഓൺ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് അങ്ങനെ തന്നെ മെയിൻ തൈറിസ്റ്ററിന് അക്രോസ് വരും. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് അങ്ങനെ തന്നെ ആർക്ക് അക്രോസ് വരും? മെയിൻ തൈറിസ്റ്ററിന്. ഇപ്പം കപ്പാസിറ്റർ -VS വരെ ചാർജ് ആയിട്ടിരിക്കുകയാണ്. ലോവർ പ്ലേറ്റ് എന്താണ്? കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റ് പോസിറ്റീവാണ്. കപ്പാസിറ്ററിൻ്റെ ലോവർ പ്ലേറ്റ് പോസിറ്റീവായിട്ടുള്ള ആ വോൾട്ടേജ് T1 അക്രോസ് വരുമ്പോൾ എന്താ ശരിക്കും പറ്റുന്നത്? T1 റിവേഴ്സ് ബയാസ് ചെയ്യും. അപ്പം TA നമ്മൾ കമ്മ്യൂട്ടേറ്റ് ട്രിഗർ ചെയ്യുമ്പം TA ട്രിഗർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്? TA ട്രിഗർ ചെയ്യുമ്പം TA കണ്ടക്ട് ചെയ്യും. TA ഓൺ ആവും, TA കണ്ടക്ട് ചെയ്യും. TA കണ്ടക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് അങ്ങനെ തന്നെ T1 മെയിൻ തൈറിസ്റ്ററിന് അക്രോസ് വരും. കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ലോവർ പ്ലേറ്റ് പോസിറ്റീവായിട്ടായിരിക്കുന്നത്. അത് അങ്ങനെ തന്നെ മെയിൻ തൈറിസ്റ്റർ T1 അക്രോസ് വരുമ്പം T1 റിവേഴ്സ് ബയാസ് ചെയ്യും. അങ്ങനെ T1 റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ അതായത് T1 അക്രോസ് ഒരു റിവേഴ്സ് ബയാസ് വോൾട്ടേജ് വന്നിട്ട് T1 എന്ത് ചെയ്യും? കമ്മ്യൂട്ടേറ്റ് ചെയ്യും. സോ നമ്മൾ TA ട്രിഗർ ചെയ്യുമ്പം TA ഓൺ ആവും, TA കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. TA കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ എന്നാ പറ്റും? നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസുള്ള വോൾട്ടേജ് അങ്ങനെ തന്നെ T1 അക്രോസ് വരും. കപ്പാസിറ്റർ -VS വരെ ചാർജ് ആയിട്ടായിരിക്കുന്നത്. ലോവർ പ്ലേറ്റ് പോസിറ്റീവാണ്. ആ ലോവർ പ്ലേറ്റ് പോസിറ്റീവായിട്ടുള്ള വോൾട്ടേജ് അങ്ങനെ തന്നെ T1 അക്രോസ് വരുമ്പം T1 റിവേഴ്സ് ബയാസ് ചെയ്യും. T1 അക്രോസ് വന്ന ഈ റിവേഴ്സ് ബയാസ് വോൾട്ടേജാണ് T1 ടേൺ ഓഫ് ചെയ്യുന്നത് അല്ലെ T1 കമ്മ്യൂട്ടേറ്റ് ചെയ്യുന്നത്. T1 ഓഫ് ആയി കഴിഞ്ഞാൽ എന്നാ പറ്റും? ഈ T1 ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മുടെ VS സോഴ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റർ TA ലോഡിലേക്ക് കണക്റ്റഡ് ആവും. സോഴ്സ് കപ്പാസിറ്റർ വഴി TA വഴി ലോഡിലേക്ക് കണക്റ്റ് ആവും. കപ്പാസിറ്റർ ചാർജ് ആവുന്നവരെ കപ്പാസിറ്റർ +VS ചാർജ് ആവും. കപ്പാസിറ്റർ +VS ചാർജ് ആവുന്നവരെ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും. കപ്പാസിറ്റർ +VS ചാർജ് ആവുന്നവരെ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും. കപ്പാസിറ്റർ +VS വരെ ചാർജ് ആയാൽ കപ്പാസിറ്ററിൻ്റെ ചാർജ് +VS വരെ ആയാൽ ഫർദർ ലോഡ് കറണ്ടിനെ അലോ ചെയ്യത്തില്ല. അപ്പം T1 വൺസ് ഓഫ് ആയി കഴിഞ്ഞാൽ എന്നാ പറ്റും? T1 ഓഫ് ആയാൽ VS എന്ന് പറയുന്നത് കപ്പാസിറ്റർ വഴി TA എങ്ങോട്ട് കണക്റ്റ് ആവും? ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യും. പക്ഷേ കപ്പാസിറ്റർ +VS ചാർജ് ആവുന്നവരെ ഈ പാത്തിലൂടെ ലോഡ് കറണ്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. വൺസ് കപ്പാസിറ്റർ +VS വരെ ചാർജ് ആയാൽ ഫർദർ ലോഡ് കറണ്ടിനെ അലോ ചെയ്യത്തില്ല. അങ്ങനെ TA കറണ്ട് കുറഞ്ഞ് 0 ആയിട്ട് TA ഓഫ് ആവും. TA പോകുന്ന കറണ്ട് കുറഞ്ഞ് എന്താവും? 0 ആകും. അങ്ങനെ TA ഓഫ് ആവും. ഇതാണ് ക്ലാസ് D കമ്മ്യൂട്ടേഷൻ്റെ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. സോ ഈ സർക്യൂട്ടിൻ്റെ വർക്കിങ്ങിനകത്ത് മെയിൻ തൈറിസ്റ്ററിനെ ടേൺ ഓഫ് ചെയ്യുന്നത് അതിന് പാരലലായിട്ട് വരുന്ന കപ്പാസിറ്ററാണ്. അതുകൊണ്ടാണ് നമ്മളിതിനെ പാരലൽ കപ്പാസിറ്റർ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു.